അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മയ്യത്തിന്റെ പ്രാഥമിക നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി കുളിപ്പിക്കാൻ ആവശ്യമായ രീതികൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കുളിപ്പിക്കാൻ ഒരുങ്ങിയ കുറെ ആളുകൾ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുക്കങ്ങൾ വേണം. അതെ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് കുളിപ്പിക്കാൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത്? കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എന്ന രൂപത്തിൽ തന്നെ ഉള്ള നിലക്കുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഇവിടെ റെഡിയാക്കി വെക്കാം. കാരണം നമ്മൾ ഈ കട്ടിൽ തന്നെ വെച്ചുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ അതിന്റെ ചാലിലൂടെ അങ്ങനെ പോയി പോകാനുള്ള ബാക്കി ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കഫൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കുളിപ്പിച്ചതിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തൊക്കെ സംഗതികളാണ് ഒരുക്കേണ്ടത് എന്നുള്ളത് പറയാം. അതിൽ എത്ര ആളുകൾ വേണം എന്നുള്ളത് ആദ്യം പറയണ്ടേ നമ്മൾ, അല്ലേ? ഇത്ര ആളുകൾ കൃത്യമായി സ്പെസിഫിക് ആയി പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഒരൊറ്റ ആള് എന്ത് ചെയ്താൽ മതി, മയ്യത്തിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുകയും കുളിപ്പിക്കുകയും ചെയ്യുന്നത് മതി. ബാക്കിയൊക്കെ സഹായികൾ എന്നുള്ള നിലക്ക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി വരും, അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വരും. അപ്പൊ ഒരു 4 മാക്സിമം പോയാൽ 3 4 ആളുകൾ മാക്സിമം മതിയാകുന്നതാണ്. പക്ഷെ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുന്ന രീതി ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല. മാത്രമല്ല എല്ലാവർക്കും സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഇതുള്ളൂ എന്നുള്ളത് നമ്മൾ ഇത് കഴിയുമ്പോഴൊക്കെ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം, ഇത് ആർക്കൊക്കെയാണ് കുളിപ്പിക്കാൻ പറ്റുക, ആരൊക്കെയാണ് ഏറ്റവും, അതാണ് ഇതിലെ ഫിഖ്ഹി ആയിട്ടുള്ള വശം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന്, ആണിനെ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്. അഥവാ ആണിനെ കുളിപ്പിക്കാൻ ആണിനാണ് അർഹത ഉള്ളത്, പെണ്ണിനെ കുളിപ്പിക്കാൻ പെണ്ണിനാണ് അർഹത ഉള്ളത്, ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ഇതിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ള ചില കേസുകളുണ്ട്. അതിൽ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം, ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം. അത് നേരെ ജെൻഡർ മാറ്റം പറ്റും. അതേപോലെ തന്നെ 7 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വേണമെങ്കിൽ വാപ്പാക്ക് കുളിപ്പിക്കാം, ആൺകുട്ടികളെ വേണമെങ്കിൽ ഉമ്മാക്ക് കുളിപ്പിക്കാം. അപ്പൊ അതാണ് അതിന്റെ ഒരു രീതിയായിട്ട് നമുക്ക് കാണേണ്ടത്. പിന്നെ അതിന്റെ തന്നെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണെങ്കിൽ ആയിഷ ബീവിക്ക് കുളിപ്പിച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം വരാം, സ്വാഭാവികമാണ്. പക്ഷെ ആ സംഗതിക്കും ഹദീസിൽ കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അറിയിപ്പ് മുമ്പേ കിട്ടിയിരുന്നു. ആയിഷ എന്നെ കുളിപ്പിക്കാൻ നിനക്ക് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് ആയിഷ ബീവിക്ക് ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സമയത്തായിരുന്നു അത് പറഞ്ഞിരുന്നു എന്നൊക്കെ ഉള്ളത് ഹദീസിന്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ റസൂലിന്റെ മയ്യത്ത് പരിപാലനം കംപ്ലീറ്റ് കഴിഞ്ഞ് കബറൊക്കെ അടക്കിയതിന് ശേഷം ആയിഷ ബീവി തന്നെ ഈ കാര്യം പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ആയിഷ ബീവി പറയുന്നത് അങ്ങനെ മതിയായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ഇപ്പം എനിക്ക് ബോധ്യപ്പെടുന്ന പല കാര്യങ്ങളും അന്ന് മനസ്സിലായിരുന്നു എങ്കിൽ ഞാൻ തന്നെ കുളിപ്പിക്കുമായിരുന്നു എന്നൊരു രീതി കൂടി അവിടെ കാണാൻ പറ്റും. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അവിടുത്തെ ഭാര്യ പത്നി എന്തുണ്ടായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരുപാട് സ്വഹാബത്തിന്റെ ഒക്കെ അങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ളത്. നിർദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ കാര്യം ബേസ്ഡ് ആണ്. ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാം. അങ്ങനെ കുളിപ്പിക്കുമ്പോൾ വേറൊരു പോയിന്റ് കൂടി അവിടെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ വേറെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരായിരിക്കണം, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയാണ് എന്നെ കുളിപ്പിക്കുന്നത് വിചാരിക്കാം. അപ്പോ എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മഹറമായിട്ടുള്ള ആൾക്കാരായിരിക്കണം അവിടെ കയറേണ്ടത്. അതേപോലെ ഞാൻ എന്റെ ഭാര്യയാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറുമ്പോ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള അത്തരം സ്ത്രീകളായിരിക്കണം അവിടെ ഉണ്ടാകുന്നത്. ആ കാര്യം ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോ പുരുഷൻ കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ വാപ്പ മകനെ കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ വാപ്പ ഇല്ലാത്ത കേസിൽ വല്യുപ്പ, അല്ലെങ്കിൽ പുത്രൻ, അതിന്റെ പുത്രന്റെ പുത്രൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ആ ഒരു കോർവ കണക്കാക്കിയിട്ടാണ് ആ രൂപം കുടുംബത്തിന്റെ ബന്ധം ഖരീബ് എന്ന് പറയുന്ന ആളല്ലേ. പിന്നെ നമ്മളിങ്ങനെ ബാക്കി വളരെ പ്രയാസമുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ ഇവർക്കൊന്നും കഴിയാത്തൊരു സാഹചര്യത്തിലൊക്കെയാണ് മറ്റു പ്രശ്നങ്ങളുണ്ടാവും. സത്യത്തിൽ അവിടെ അങ്ങനൊരു കാര്യമല്ല ചെയ്യേണ്ടത്. അവിടെ ഏറ്റവും അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ തന്നെ കുളിപ്പിക്കുന്നതാണ് ഏറ്റവും അഫ്ളൽ. ഇനി അവർക്ക് കഴിയില്ല, തീരെ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മറ്റൊരാൾക്ക്, കുടുംബത്തിന് കുറച്ച് അകലെയുള്ള ആളുകളോ, ഇനി തീരെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ഇല്ലാത്തൊരവസ്ഥ വരാം. അങ്ങനെയും മരണങ്ങൾ സംഭവിക്കാലോ. അങ്ങനെയാണെങ്കിൽ കൂടി അത് ആണുങ്ങൾ തന്നെയാണ് എന്നുള്ള ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ ആ നിയമത്തിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് കാര്യം, അല്ലെ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, അതിലെ ഇളവുകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി നമുക്ക്
പിന്നെ എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായ കാര്യങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് നമ്മളിപ്പോൾ ഓൾറെഡി കട്ടിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പിന്നെ ബക്കറ്റ് വെള്ളം, നമുക്ക് ഒരു ബക്കറ്റിൽ വെള്ളം കർപ്പൂരം കലർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബക്കറ്റിൽ വെള്ളം അവിടെ ശേഖരിച്ചു വെക്കാം. ബാക്കി ആവശ്യമായ കുറച്ച് അധികം വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് കുളിപ്പിക്കാൻ ആവശ്യമായ ഒരു കപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള, തീർച്ചയായിട്ടും. അപ്പോ പിന്നെ അതിന് പുറമെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്ലൗസ്, ഇതുപോലെ 1-2 ഗ്ലൗസുകൾ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് ബേസിക്കലി ഇത് വേണ്ടി വരുള്ളൂ. പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ചും അത് ആവശ്യം വരുന്നത് അവരുടെ ഔറത്തുകൾ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തം കൈകൊണ്ട് അല്ലാതെ ആ ഗ്ലൗ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ആ മയ്യത്തിൻ്റെതായിട്ടുള്ള ബാക്ടീരിയാസ് മറ്റ് പല വിഷയങ്ങളിലും ഉണ്ടാവും മയ്യത്തിൽ. അപ്പം അത് നമുക്ക് ഇല്ലാണ്ടിരിക്കാനും, പിന്നെ ആ മയ്യത്തിനെ ബഹുമാനിക്കുക എന്ന രൂപത്തിൽ നമ്മളത് ഈ രൂപത്തിൽ തന്നെ ഗ്ലൗസിന്റെ മുകളിലും നമുക്ക് പിന്നെ മറ്റേ ശീലമൊക്കെ ചുറ്റിയിട്ട് പിന്നെ സോപ്പ് നമുക്ക് ഇതിനാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതായ കാര്യങ്ങളാണ് അല്പം ശീലകൾ, അല്പം പല്ല് തേപ്പിച്ചു കൊടുക്കാനും. അപ്പൊ നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള ഒരു ശീലം, അതേപോലെ തന്നെ ഇത് വിരലിലൊക്കെ ചുറ്റാൻ, മൂക്ക് തുടക്കാനും, പല്ല് വൃത്തിയാക്കാനൊക്കെ. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവരുടെ ഔറത്ത് അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനങ്ങൾ വൃത്തിയാക്കുന്ന സമയത്ത് ഗ്ലൗവിന് പുറത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റാം. കയ്യിൽ ചുറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിലുള്ള നജസ്സൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ ഒരു ശീലം. പിന്നെ നമുക്ക് പിന്നീട് വേണ്ടത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ടൂത്ത് പിക്കുകളൊക്കെ, നമ്മുടെ നഖത്തിന്റെ ഒക്കെ വലിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുക്കാം. അതിൽ വേറൊരു വ്യത്യാസം പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ താടിയും മുടിയും വെട്ടുന്ന കാര്യം, നഖവും ഒക്കെ വെട്ടിക്കളയുന്ന കാര്യം, അതിന്റെ കാര്യത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ നഖമൊക്കെ ഉണ്ട്, വൃത്തികേടാണ്, മയ്യത്തിനൊരു വൃത്തികേട് തോന്നുകയാണെങ്കിൽ അപ്പൊ മാത്രം ചെയ്തു കൊടുത്താൽ, ചെറിയ രൂപത്തിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് തോണ്ടി അത് കളഞ്ഞാൽ മതിയാവും. അല്ലാതെ നമ്മൾ മൊത്തം അവരുടെ താടിയും മുടിയൊക്കെ വെട്ടി ശുദ്ധീകരിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമല്ല. ബോറാണ്. മയ്യത്തിനെ കാണുമ്പോൾ അതൊരു ബോറായിട്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തോർത്തുമുണ്ടാണ്. കുളിപ്പിച്ചതിന് ശേഷം തുടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു തോർത്തുമുണ്ട്. പിന്നെ കഫൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോട്ടൺ ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബ്ലഡ് ഒക്കെ വരുന്ന രൂപത്തിലാണെങ്കിൽ, ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്താണെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതിന് ബ്ലഡ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലഡ് പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് ഐസ് കിട്ടുമെങ്കിൽ ഐസ് നമുക്ക് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ രക്തത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അല്ല, വീണ്ടും നമുക്ക് രക്തം വരികയാണെങ്കിൽ ഇതുപോലുള്ള കോട്ടൺ പഞ്ഞികൾ ഉപയോഗിച്ച് അത് കുറച്ച് സമയം ആ ശരീരത്തിൽ ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ രക്തം അവിടെ നിൽക്കും. അപ്പം എവിടെയാണോ രക്തം പുറത്തേക്ക് വരുന്നത് ആ മേഖലകളിലെല്ലാം ഈ രൂപത്തിലുള്ള പഞ്ഞികൾ ഉപയോഗിച്ച് അടക്കാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയൊരു മുറിവാണെങ്കിൽ കുറച്ചൊക്കെ എടുത്താൽ മതിയാവും. ഇപ്പോൾ ശരീരത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രക്തം നിന്ന് കിട്ടും. അപ്പം അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അങ്ങനെ രക്തം വരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മയ്യത്തിനോടൊപ്പം കഫൻ മൂടുമ്പോൾ കഫൻ മൂടുമ്പോൾ തന്നെ നമുക്ക് ആ പഞ്ഞിയും അവിടെ വെച്ച് അങ്ങനെ മൂടാം. പിന്നെ നമുക്ക് കഫൻ പുടവ പുകക്കാനുള്ള കുന്തിരിക്കാണ്. അത് നമ്മൾ കഫൻ പുടവ എടുക്കുന്ന സമയത്ത് സൂചിപ്പിക്കാൻ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്നും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അത്തർ കഫൻ പുടവന്റെ പുറത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ബോട്ടിൽ നമുക്ക് കിട്ടും. ഇത് പ്രധാനമാണ്. ഇത് കർപ്പൂരമാണ്. കർപ്പൂരം നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് അവസാനത്തെ കുളിപ്പിക്കൽ കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഒരു ബക്കറ്റ് വെള്ളത്തിൽ കർപ്പൂരം, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കർപ്പൂരം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഒരു വെള്ള കളറിലാണ് നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ബട്ടൺ പരുവത്തിലാണ് ഉണ്ടാവുക. ഇത് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ വെച്ച് നമുക്കൊന്നിങ്ങനെ തിരുമ്മിയാൽ ഇത് പൊടിഞ്ഞ് ഒരു പൊടി പോലെ ആക്കി മാറ്റാൻ പറ്റും. അത് ബക്കറ്റിലിടുക, കലക്കി കൊടുക്കുക. ആ രൂപത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരുക്കങ്ങളായിട്ട് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുളിപ്പിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ള നിലയിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ഇട്ട തുണി ഇത് മയ്യത്തിന്റെ ദേഹത്ത് നിന്ന് മറച്ചു വെക്കുന്നു. നേരത്തെ ഇട്ട തുണി നമ്മൾ മറച്ച് പിന്നെ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
നേരത്തെ തന്നെ പിന്നെ ഷർട്ടും പാന്റും അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ അയച്ചു മാറ്റിയ രീതിയിലായിരുന്നു എങ്കിൽ നമുക്ക് നേരത്തെ വെച്ച അതേ തുണി അവിടെ താഴത്തുള്ള ആ തുണി അവിടെ നിലനിർത്താൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മള് ഇവിടെ മൂടിയിട്ടുണ്ടായിരുന്ന മയ്യത്തിന് മൂടിയിട്ടുണ്ടായിരുന്ന തുണി നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒഴിവാക്കേണ്ടത് എന്താണ്? ഈ ഡ്രസ്സുകൾ ഒഴിവാക്കണം. കാലിലും പിന്നെ താടിയിലും ഒക്കെ വെച്ചിട്ടുള്ള തുണികൾ ഒഴിവാക്കണം. ആദ്യം നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കെട്ടിയിരുന്നത് അത് നമ്മൾ ജസ്റ്റ് വേസ്റ്റിലേക്ക് മാറ്റിയിട്ടു. ഇതും നമ്മൾ അഴിച്ച് വേസ്റ്റിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഈ ഡ്രസ്സ് ധരിച്ച് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, നമുക്ക് ഇത് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. എന്നാൽ ചില ഡ്രസ്സുകൾ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് അഴിച്ചെടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ലൂസ് വസ്ത്രമാണെങ്കിൽ അഴിച്ചിടാം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴൊക്കെ മയ്യത്തിനെ ആദരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഈ മയ്യത്ത് മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ അനാദരവോട് കൂടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യരുത്, ആദരവോടുകൂടി. അപ്പോൾ നമ്മൾ ടൈറ്റുള്ള ഡ്രസ്സൊക്കെ അയച്ചു മാറ്റുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടും മറിച്ചിട്ടും ആ ഒരു രീതി ഉണ്ടാവരുത്. അങ്ങനെ കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്രിക എടുത്തിട്ട് നമുക്ക് ഈ വസ്ത്രം മുറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഇനിയുള്ളത് ഈ വസ്ത്രം അഴിച്ചെടുക്കുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മുഖല്ലതായ ഔറത്തിന്റെ ഭാഗത്ത് മറച്ചുകൊണ്ട് മയ്യത്തിനെ ആദരിച്ച് നമുക്ക് ആ കാര്യങ്ങൾ ദൂരുന്ന സമയത്ത് ഇത് ഈ തുണിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറോ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല. ഇതിൽ ഉള്ളിലേക്ക് നമുക്ക് നേരടിച്ച് കാണുന്ന രീതിയിലാകരുത്. വെള്ളം തട്ടിയാലും അല്ലെ ഉള്ളിലേക്ക് കാണുന്ന രൂപത്തിലല്ലാത്ത ഒരു കട്ടിയുള്ള തുണിയാണ് നമ്മൾ ഇതിനായിട്ട്. ഇത്ര ഭാഗം ആണ് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒക്കെ മറക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇനി നമ്മൾ ഡ്രസ്സ് ഒക്കെ മാറ്റി അയച്ചു കൊടുക്കാം അല്ലെ, വസ്ത്രം അയച്ചു കൊടുക്കാം. ഇത് ബേസിക്കലി നമുക്ക് ചില സന്ദർഭങ്ങളിൽ കട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും, നമ്മൾ സൂചിപ്പിക്കാണ്. അതെ അതെ, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന വസ്ത്രമാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ടത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് അയക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ അയച്ച് പിന്നീട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മള് പിന്നെ ഡ്രസ്സുകളൊക്കെ അയച്ചു മാറ്റി ഇവിടെ ഈ മുഖല്ലതായ ഔറത്ത് മറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കേണ്ട കാര്യം, കുളിപ്പിക്കുന്നതിന്റെ തൊട്ട് മുന്നോടിയായി ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മയ്യത്ത് മരണപ്പെടുന്ന സന്ദർഭത്തിൽ നജസ് എല്ലാം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്, മലവും മൂത്രമൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്ന മാലിന്യങ്ങളെ പുറത്ത് കടത്തുക. അവിടെ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കാലുകളെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നാൽ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഇതിനെ പോകാൻ വേണ്ടിയിട്ടാണ് കാലുകൾ അകത്തി കൊടുക്കുക. പിന്നീട് ഈ തല പൊക്കി കൊടുക്കുക. നമുക്ക് രണ്ടുപേരെ സഹായത്തിന് ആവശ്യം വരും. ഇതിൻ്റെ അപ്പുറത്തെ ഒരാൾ നമുക്ക് പിടിക്കാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒറ്റക്കാവുമ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ നന്നായിട്ട് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അവിടെ ശരീരം നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഹോൾഡ് ചെയ്തിട്ട് ഈ അടിഭാഗം നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിനുള്ളിൽ ബാക്കി കിടക്കുന്ന എല്ലാ വേസ്റ്റുകളും പുറത്തേക്ക് അല്ലെങ്കിൽ നജസ്സുകളും പുറത്തേക്ക് പോകും. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഗ്ലൗസിന്റെ ഉള്ളില് ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഇതേപോലെ ചുറ്റിക്കെട്ടി. അപ്പോ ഈ ഞാൻ അമർത്തുന്നതിനനുസരിച്ച് അവിടെ നിന്ന് സഹായം എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നജസ്സൊക്കെ പുറത്തേക്ക് കാല് ഒന്ന് അകത്തി നേരത്തെ വെച്ചിരുന്നു. ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔറത്ത് നല്ല രൂപത്തിൽ തന്നെ കഴുകി ഒഴിവാക്കാം, ഇതാക്കുന്നു. പിന്നെ വെള്ളം വീണ്ടും നല്ലോണം നമുക്ക് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല രൂപത്തിൽ തന്നെ ഒഴിക്കാവുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പതുക്കെ മയ്യത്തിന് ഇവിടെ തന്നെ കിടത്താം. നജസ് ഒക്കെ ഒഴുകി പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി എന്തെങ്കിലും മാലിന്യം ബാക്കിയുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു തുണി ചുറ്റിയിട്ട് അവിടെയുള്ള എല്ലാ നജസ്സിനെയും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. നജസ് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ നജസ്സിനെ എല്ലാം ശുദ്ധീകരിച്ചിട്ട് വേണം മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മൾ തയ്യാറാകാൻ. ഓക്കെ, നഖം നോക്കുക. നഖത്തിനകത്തേക്ക് ചെളി വല്ലതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് വൃത്തിയായിട്ട് എല്ലാ നഖങ്ങളും അതിൻ്റെ ഉള്ളിലെ ചെളി കളഞ്ഞ് നമുക്ക് അവിടെ തന്നെ വെക്കാം. അത് കാലും കൈയും കാലിലെ നഖങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഉള്ളിലെ ചെളികളൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ താടി രോമങ്ങൾ തന്നെ വളരെ വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുന്നതിലും
വിരോധമില്ല. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ല് തേപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം, പിന്നെ എന്താ പറയാ, ഉളൂവിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഹദീസുകളിലൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ് ലൗലാൻ അശുക്കാല ഉമ്മത്തിൽ അമർത്തും ബിസിവാക്കി മാ കുല്ലി ഉളൂ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് പിന്നെ ദന്തശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ ആണ് നമുക്ക് പല്ല് തേപ്പിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ ജസ്റ്റ് മയ്യത്ത് നമുക്ക് തുറക്കാൻ പറ്റുന്ന, നമ്മൾക്ക് തുറക്കാൻ പറ്റുന്ന അത്രയല്ലേ തുറക്കാൻ കഴിയുള്ളൂ. അങ്ങനെ തുറന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഈ തുണിയിലാക്കിയിട്ട് ശീലയിലാക്കിയിട്ട് സാധ്യമാകുന്ന രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ മയ്യത്തിന്റെ വായ വൃത്തിയാക്കുന്നു എന്നുള്ളതാണ്, പല്ല് വൃത്തിയാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അവരുടെ വായിലേക്ക് അവശിഷ്ടങ്ങൾ പുറത്തു കളയാം. അതിനുശേഷം ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് കളയാവുന്നതുമാണ്. അത് 1, 2, 3 തവണ നമുക്ക് വൃത്തിയാകുന്നത് വരെ ചെയ്യേണ്ട കാര്യം. ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുളിപ്പിക്കുന്നതിന്റെ ഭാഗമായി എപ്പോഴും ഒരു വിശ്വാസി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അഥവാ സുന്നത്തായ കുളി, ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകുമ്പോഴുള്ള കുളി ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? വുളുവോട് കൂടിയാണ്. ആദ്യം വുളു ചെയ്യണം. മയ്യത്ത് എന്തായാലും വുളു എടുക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മയ്യത്തിന് വുളു എടുപ്പിക്കണം. ഈ 2 കരങ്ങൾ കൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ജസ്റ്റ് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. കുളിപ്പിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ ബിസ്മി ചൊല്ലുന്നു. എന്നിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് കുറച്ച് വെള്ളം മതിയാകും. ഇങ്ങനെ നമുക്ക് ഇതിന്റെ വിരലുകൾക്കിടയിലൊക്കെ തിക്കകറ്റിക്കൊണ്ട് ഈ 2 കൈകളും ഒരുമിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 തവണ കഴുകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ ഇതേപോലെ തന്നെ വെക്കാവുന്നതാണ്. അപ്പൊ വായിലേക്ക് വെള്ളം, അപ്പൊ നമ്മൾ കൈ കഴുകി അതിനുശേഷം നമുക്ക് വായിൽ വെള്ളം ഒന്ന് തുറന്നു കൊടുക്കുക. കുറച്ച് വെള്ളം വെക്കുക. നേരത്തെ പോലെ തന്നെ 3 തവണ നമ്മൾ സാധാരണ വുളൂഇൽ ചെയ്യുന്ന പോലെ തന്നെ 3 തവണ എന്നുള്ളതാണ്. ഇങ്ങനെ 3 തവണ നമുക്കത് ഒഴിവാക്കാം. വായിൽ വെള്ളമാക്കി നമ്മൾ കളഞ്ഞു. അതിനുശേഷം മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ്. മൂക്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പിന്നെ കൈയിട്ട് വൃത്തിയാട് പുറത്താക്കി അതിനുശേഷം അടുത്ത അടുത്ത മൂക്കിലും ഒക്കെ ശരിക്കും വൃത്തിയാക്കി എന്നുള്ളതാണ്. അത് 3 തവണയാണ് കഴുകേണ്ടത്, വൃത്തിയാക്കേണ്ടത്. അങ്ങനെയാണ് ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ തന്നെയാണ് ഒതു കൊടുക്കേണ്ടത്. ഇനി മുഖം ഒന്ന് കഴുകണം. മുഖം കഴുകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മുഖം സാധാരണ പോലെ സാധ്യമാകുന്ന വിധത്തിൽ തന്നെ താടിയൊക്കെ ഉള്ള ആളുകളുടെ ഇതേപോലെ കറ്റിയിട്ട് വേണം കഴുകാൻ എന്നുള്ളതാണ്. 3 തവണ മുഖവും കഴുകണം. ഇതിപ്പോ 1 തവണയായി. അതേപോലെ തന്നെ 2ാമത്തെ തവണയും നമ്മൾ ഈ രൂപത്തിൽ എന്ത് ചെയ്തു? മുഖം കഴുകി താടിയൊക്കെ ഉള്ളത് തിക്കകറ്റിയിട്ട് തന്നെ കഴുകി. ശേഷം 3ാമത്തെ തവണയും ഈ സമയത്ത് നമ്മൾ ഗ്ലൗ ഉപയോഗിക്കണം എന്ന് നിർബന്ധമല്ല. ഗ്ലൗ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഗ്ലൗ ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. ഇനി നമുക്ക് വലത്തെ കൈയാണ് മുട്ട് ഉൾപ്പെടെ ഭാഗങ്ങൾ കഴുകേണ്ടത്. ഓക്കെ, അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പ്രാവശ്യം ഇത് കഴുകി കൊടുത്താൽ മതിയാവും. 1 പ്രാവശ്യമായി, 2 പ്രാവശ്യം, 3 പ്രാവശ്യം. മുട്ട് വരെയുള്ള ഭാഗങ്ങൾ കൈ പൊന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ നനയാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ ഒരു സാധാരണ രീതിയിൽ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് ഇടത്തെ കൈയും അതുപോലെ തന്നെ ഇടത്തെ കൈയും നമുക്ക് 1 പ്രാവശ്യവും അതുപോലെ തന്നെ 2ാമത്തെ തവണ. ഇതൊക്കെ വിരലുകൾക്കിടയിൽ ഒക്കെ തിക്ക കെട്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങൾ ഈ സമയത്തും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കൈ തല തടവുന്നത് 1 തവണയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് വെള്ളം നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ കൊണ്ട് തന്നെ തുടങ്ങി ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇതേപോലെ തല തടവി അതേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെവിയും ഇതുപോലെ ഒന്ന് തടവിയാൽ മതിയാകുന്നതാണ് എന്നുള്ളതാണ്. അതെ, അപ്പൊ ചെവിയും 1 തവണ തടവി കഴിഞ്ഞു. ഇനി നമുക്ക് വലത്തെ കാലും ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് 3 പ്രാവശ്യം വലത്തെ കാലം ആദ്യം 3 തവണ കഴുകി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതായ വിരലിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ അവശിഷ്ടങ്ങളൊക്കെ കളയുക എന്നുള്ളതാണ്, വൃത്തിയാകുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, 3 പ്രാവശ്യം നമ്മൾ കഴുകി. അതേപോലെ തന്നെ ഇനി ഇടത്തെ കാലം നമുക്ക് 3 പ്രാവശ്യം ഒന്ന് കഴുകാം. തിക്കകറ്റിയിട്ട് തന്നെ കഴുകി. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളിത് കുളിപ്പിക്കുന്ന സമയത്ത് ആവശ്യമായ രൂപത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമ്മൾ ഒതു കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി കുളിപ്പിക്കലിലേക്ക് കടക്കാം. കുളിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യത്തിന് വെള്ളം, ഇത് തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യത്തിന് വെള്ളം ഇവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുക. ഇനി നമുക്ക് കുളിപ്പിക്കൽ തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നിർബന്ധമായിട്ടും ഉള്ള ഫർള് എന്ന് പറയുന്നത് 1 തവണ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ഫർള്. എന്നാൽ അതിന്റെ സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്
പിന്നെ ഒരു തവണ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അത് ഫർളാണ്. നമ്മൾ പറഞ്ഞു 3 തവണയാണ് സുന്നത്തായിട്ടുള്ളത്. ആ 3 തവണ എന്ന് പറയുമ്പോൾ 2 തവണ നമ്മൾ പിന്നെ റസൂലിന്റെ കാലത്ത് പിന്നെ സിദിറും വെള്ളവും ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സിദിർ കൊണ്ട് പിന്നെ അത് വൃത്തിയാക്കുക എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ നമ്മൾ അതിന് സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ വേറെ മെറ്റീരിയൽസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പൊ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ നന്നായി ഉരച്ച് വൃത്തിയാക്കി കഴുകുന്ന രണ്ട് തവണ ഈ രൂപത്തിൽ ചെയ്യണം. പിന്നെ 3-മത്തെ തവണ കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ട് ഇൻ കേസ് ഇനി നമുക്ക് 2 തവണ കഴുകിയിട്ട് വൃത്തിയായില്ലാന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4 തവണ അത് കഴുകാം. പിന്നെ 5-മത്തെ തവണ കർപ്പൂരം. അങ്ങനെ എന്തായാലും ഒറ്റയിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവസാനിപ്പിക്കുന്ന വെള്ളം അതെന്തുകൊണ്ടായിരിക്കണം? കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം. പിന്നെ ഡിസിഷൻ എടുക്കേണ്ടത്, അതായത് വൃത്തിയായിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നത് എവിടെ ആയിരിക്കണം? ഒന്നില്ലെങ്കിൽ 3 പ്രാവശ്യം കുളിപ്പിക്കുകയാണെങ്കിൽ 2-ൽ തന്നെ നമ്മൾ തീരുമാനമാക്കേണ്ടതുണ്ട്. എന്താ 5 വേണോ അല്ലെങ്കിൽ ഇതിൽ തന്നെ അവസാനിപ്പിക്കണോ എന്നുള്ളത് 2-ൽ തീരുമാനമാക്കണം. അല്ലാതെ കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷമല്ല നമുക്ക് വീണ്ടും ഇത് വൃത്തിയായിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നേണ്ടത്. അപ്പൊ തന്നെ വൃത്തിയായിട്ടില്ല തോന്നുകയാണെങ്കിൽ നമ്മൾ 5-ലേക്ക് അത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി കുളിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ആദ്യത്തെ കുളിപ്പിക്കൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ കുളിപ്പിക്കുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തല കഴുകി കൊടുക്കുന്നു എന്നുള്ളതാണ്. തല കഴുകി കൊടുക്കുന്നു, ഒരു തവണ തല കഴുകുന്നു, പിന്നെ ഒരു തവണ ബോഡി കഴുകുന്നു, ശേഷം വീണ്ടും തല കഴുകുന്നു, ബോഡി കഴുകുന്നു, പിന്നീട് മൊത്തത്തിൽ നമുക്ക് തല കഴുകി ബാക്കി ഉള്ളതൊക്കെ കർപ്പൂരം കൊണ്ട് കഴുകിയാൽ മതി. 3-മത്തെ തവണ കർപ്പൂരം കൊണ്ട് കുളിപ്പിക്കുന്ന 2 രൂപം പോലെ തന്നെ 3-മത്തെ തവണയും കുളിപ്പിക്കുക. അത് കർപ്പൂരത്തിന്റെ വെള്ളം കൊണ്ടായിരിക്കും. ആ സമയത്ത് പ്രത്യേക ഓർമ്മപ്പെടുത്തേണ്ടത് സോപ്പ് ഉപയോഗിക്കേണ്ടതില്ല. അവസാനിപ്പിക്കുന്ന കുളിയിൽ കർപ്പൂരം കൊണ്ട് നമ്മൾ കഴുകുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കണം എന്നില്ല. മറ്റ് 2 തവണ, ഇപ്പൊ 3 തവണ അവസാനിപ്പിക്കുകയാണെങ്കിൽ മറ്റ് 2 തവണയും നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുകയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം അല്ലെ. ആദ്യം തലയാണ് നമ്മൾ തടവേണ്ടത്. തലയിലേക്ക് നമ്മൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. തലയുടെ അടിഭാഗവും അവിടെ സഹായിക്കാനുണ്ടാകുന്നതാണ്. നല്ല രൂപത്തിൽ തന്നെ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തല തടവുന്ന ഒരു രീതി, തല കഴുകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. നല്ല രൂപത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ തലമുടിയുള്ള ആളുകളൊക്കെ നന്നായിട്ട് തലമുടിയുടെ അകത്തേക്ക് വിരലുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് കഴുകാം. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ പൂർത്തീകരിച്ചു. അത് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തു, കഴുകി എന്നുള്ളതാണ് ഇതില്. അപ്പോൾ നമ്മൾ തല കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് വലതു ഭാഗമാണ് കഴുകേണ്ടത്. വലതു ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ വലതു ഭാഗത്ത് വെള്ളം ഒഴിക്കാം. നമ്മുടെ ഈ ബോഡിയുടെ പിന്നെ വലതു ഭാഗത്തിന്റെ മുൻവശം അത്രയും നമ്മൾ ഇതാക്കി അത് ആ വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം മുകൾ ഭാഗം നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ ഇതാക്കി പോകുന്നു. ഈ ഭാഗം ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഇങ്ങനെ ചെയ്തു. അതിനുശേഷം നമുക്ക് ജസ്റ്റ് കാലൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഔറത്തിൻ ഭാഗങ്ങളിൽ പുറത്ത് കാണാത്ത വിധം ആയിരിക്കണം നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കേണ്ട. ഔറത്ത് ഒരിക്കലും കുളിപ്പിക്കുന്ന സമയത്തും പുറത്ത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് വൃത്തിയായിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലൊക്കെ വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. അത് നമ്മൾ ഉള്ളിലേക്ക് ഔറത്ത് കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് പോകേണ്ടത്. ഇനി ഇത് കഴുകുന്നതോട് കൂടിയാണ്, ഇത് വൃത്തിയാക്കുന്നതോട് കൂടിയാണ് മോൾ ഭാഗത്തിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഭാഗം ഒരു തവണയായി വൃത്തിയാക്കി. ഇപ്പൊ ഒരു തവണ ഈ ഭാഗത്തായി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു സഹായിക്കേണ്ടി വരും. അപ്പൊ ഈ ഒന്ന് ജസ്റ്റ് നമ്മളെ മയ്യത്തിനെ ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം ഒഴിക്കുക. ഇവിടെയും ഒഴിക്കുന്നു, വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. ശേഷം നമ്മൾ സോപ്പ് തേച്ചിട്ട് തന്നെ ഇതിന്റെ പിൻഭാഗവും വലതുഭാഗത്തിന്റെ പിൻഭാഗവും വൃത്തിയായിട്ട് കഴുകുക. അപ്പൊ വളരെ വൃത്തിയായിട്ട് തന്നെ വെള്ളം ഒഴിക്കാം, കഴുകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി വെള്ളം ഒഴിച്ചു, വെള്ളം നന്നായിട്ട് തന്നെ ഒഴിച്ചു. ഇനി മെല്ലെ മയ്യത്തിനെ ചെരിച്ചു കിടത്തി. പിന്നീട് നമുക്ക് ഇടതുവശമാണ് കേൾക്കേണ്ടത്. തലയും മുഖമൊക്കെ 1-മത്തെ തവണ കഴുകിയതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് വന്നത്. ഇനി അതല്ലാത്ത രീതിയും സ്വീകരിക്കാം. നേരെ 1-മത്തെ ഭാഗം തന്നെ തല ഉൾപ്പെടെ ഈ ഫസ്റ്റ് സൈഡ് അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഈ രൂപത്തിൽ ചെയ്യാനായിരിക്കും നമുക്ക് സൗകര്യം. അപ്പോ 1-മത്തെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ഇതേപോലെ മുകളിൽ നേരത്തെ വലത്തെ ഭാഗം ചെയ്തതുപോലെ തന്നെ ഇടത്തെ ഭാഗം വെള്ളം ജസ്റ്റ് നമ്മള് വൃത്തിയായിട്ട് കഴുകുക. ഔറത്തിന്റെ ഭാഗങ്ങൾ ഞാൻ ഇപ്പോ ഗ്ലൗ ഇട്ടിട്ടില്ല. ഗ്ലൗ ഇട്ട ഭാഗം അവിടെ ഗ്ലൗ ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യുക, ഔറത്തുകള് നന്നായിട്ട് കഴുകുക.
ആ ഭാഗം വൃത്തിയായിട്ട് കഴുകുക. അപ്പൊ വലതു ഭാഗം വൃത്തിയായിട്ട് കഴുകുക, ഇടത് ഭാഗം കഴുകിപ്പോ ഓക്കെ. ഇനി ഇടത് ഭാഗത്താണ് ഇപ്പൊ കഴുകിട്ടോ. ഇനി ഇടത് ഭാഗത്തിന്റെ പിന്നെ ബാക്ക് സൈഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് കടത്താം, മയത്തിനെ തിരിച്ചു കടത്താം. എന്നിട്ട് വെള്ളം ഒഴിക്കാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് ഉപയോഗിച്ച് അവിടെ വൃത്തിയായിട്ട് കഴുകാം. ഓക്കെ. ഇനി നേരത്തെ പോലെ തന്നെ വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഇതിന്റെ ഈ സോപ്പൊക്കെ നമുക്ക് ഇവിടുന്ന് കളയാം. ഓക്കെ. ഇനി മയത്തിനെ മെല്ലെ കടത്തി ഇതേ രീതിയാണ്. ഇത് ഇപ്പോ ഒരു തവണയായി. ഇതാണ് ഒരു തവണ നമ്മൾ മയത്തിനെ കുളിപ്പിക്കുന്ന രൂപം. ഇതാണ് ഒരു തവണ എന്ന് പറയുന്നത്. അപ്പോ ഇനി ഇതുപോലെ തന്നെ രണ്ടാം തവണയും ആദ്യം തല കഴുകുന്നു, വലതു ഭാഗം കഴുകുന്നു, ഇതേ രീതി ഒരു മാറ്റം ഇല്ലാതെ രൂപത്തിൽ തന്നെ. പിന്നെ ഔറത്തിന്റെ ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴുകണം. അപ്പോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ തവണയാണെങ്കിൽ, ഇനിയിപ്പോ നമ്മൾ 2 തവണ കുളിപ്പിച്ചു കഴിഞ്ഞു എന്ന് വെക്കുക. ഇനി മൂന്നാമത്തെ തവണയുണ്ട്. നമ്മൾ കർപ്പൂരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് കയ്യിൽ ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഇത് കണ്ടോ, ഇത് ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ബക്കറ്റിലേക്ക് കലക്കിയിട്ടുണ്ട്. ഈ ബക്കറ്റിൽ കലക്കിയ വെള്ളം കൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ രണ്ടാമത്തെ തവണത്തെ കാണിച്ചിട്ടില്ല. ഇത് പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മൂന്നാമത്തെ തവണത്തേതാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അഞ്ചാമത്തെ തവണത്തതൊക്കെ ഒറ്റയായിട്ട് അവസാനിപ്പിക്കുന്ന. ഇതിൽ നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. തല ഇങ്ങനെ കഴുകി അതിനുശേഷം ഇതേപോലെ വലതു ഭാഗം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നു. ഇനി അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് വലതു ഭാഗം ഇടതു ഭാഗത്തേക്ക് ചെരിച്ച് കടത്തുന്നു. അതിന്റെ പിൻഭാഗം നമ്മൾ വൃത്തിയായിട്ട് കഴുകുന്നു. മയത്തിന് വളരെ ബഹുമാനാർത്ഥം തന്നെ മയത്തിന് മലർത്തി കടത്താനും തിരിച്ചു കടത്താനൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കും. എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്തുക, വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തണം. ഇനി ഈ ഇടത് ഭാഗം വലതു ഭാഗത്തേക്ക് ചരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ പിൻഭാഗവും നന്നായിട്ട് കഴുകി കൊടുക്കുക. മയത്തിന് 3 തവണ മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൗ ഒക്കെ ഊരി വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളെ മയ്യത്തിന്റെ കുളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മയ്യത്തെ വൃത്തിയാവുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മയ്യത്തിനെ എല്ലാ നജസിൽ നിന്നും വൃത്തിയാക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കട്ടിലുള്ള ഇതിലുള്ള നജസുകളൊക്കെ ആ ഹോള് വഴി പുറത്തേക്ക് അങ്ങ് പോയിക്കോളും. ഇനി കട്ടിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങനെ കളയാം. ഇനി നമുക്ക് മയ്യത്തിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെച്ചറും ഒന്ന് തുടക്കുന്ന ഒരു രൂപമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നല്ല വെള്ളം മുഴുവൻ ഒപ്പി എടുക്കുന്നു. തല ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ തുടക്കുന്നു. സ്ത്രീകളുടേതാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ തല തുടക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പുരുഷന്റെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. സ്ത്രീകളുടേതാകുമ്പോൾ, പുരുഷന്മാരുടെ ആകുമ്പോൾ പ്രത്യേകിച്ച് തലമുടിക്ക് പ്രത്യേകതകൾ ഒന്നും തന്നെ പറയുന്നില്ല. സ്ത്രീകളുടേതാകുമ്പോൾ 3 ഭാഗത്തേക്കായിട്ട്, അതെ, നമ്മുടെ തലമുടിയെ 3 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിട്ട് അത് നന്നായിട്ട് മുടഞ്ഞ് ഇടുക എന്നുള്ളതാണ് സ്ത്രീകളുടേത്. ഇതിലും പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളതുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞതുപോലെ കൃത്യമായി തുടച്ച് ഒപ്പിയെടുത്ത് വെള്ളമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രക്ചറിലൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പിന്നെ വെള്ളം ഒക്കെ നീക്കം ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. അപ്പോൾ നമ്മൾ മയ്യത്തിന്റെ എല്ലാ വെള്ളവും ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വൃത്തിയാവുക. അപ്പോൾ നമ്മളെ ഇടുക്കുകൾ, ഇപ്പോൾ കക്ഷത്തിന്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ വിരലുകളുടെ ഇടഭാഗങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വളരെ വൃത്തിയായിട്ട് ആ ഭാഗങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഏറ്റവും ഒറ്റയിട്ട് അവസാനിപ്പിക്കുന്ന ആ തവണയാണ് നമ്മൾ കർപ്പൂരം കലർത്തിയ വെള്ളം ഉപയോഗിക്കേണ്ടത്. അത് 3 ആവാം, 5 ആകാം, 7 ആവാം, അല്ലേ? ആ രൂപത്തിലായിരിക്കണം നമ്മൾ കുളിപ്പിച്ച്. ഇനി നമുക്ക് ഇവിടെ ഇപ്പോ നിലവില് നമ്മുടെ മുകളിലായ ഭാഗത്ത് മറച്ചിട്ടുള്ള കഷ്ണം അവിടുന്ന് മാറ്റി വേറൊരു കഷ്ണം, നനയാത്തൊരു കഷ്ണം, കാരണം ഇനി നമുക്ക് ഇതേ ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് കഫൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു തുണി, ഇതിന്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് ഒരു തുണി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴ്ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോ ഏതൊരു സമയത്തും മയ്യത്തിന്റെ ഇപ്പോ നമ്മൾ ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ തന്നെയും മയ്യത്തിന്റെ ഔറത്തിലേക്ക് നമ്മൾ നോക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അത് വെളിവാകുന്ന എന്തെങ്കിലും രൂപത്തിലുള്ള കർമ്മങ്ങളോ നമുക്ക് ഇതിനകത്തില്ല എന്ന്
ഉറപ്പുവരുത്തണം. പിന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് അവരൊരിക്കലും മയ്യത്തിന്റെ ന്യൂനതകൾ പുറത്തു പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു ന്യൂനതകൾ കാണാനുള്ള ഒരു അവസരം നോർമലി ഇല്ല, എങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന എന്തെങ്കിലും പാടുകളോ മുറിവുകളോ ന്യൂനതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യരുത്, രഹസ്യമാക്കി വെക്കണം എന്നുള്ളതാണ്, പരസ്യമാക്കരുത് എന്നുള്ളതാണ്. അപ്പോ ഇതോട് കൂടിയിട്ട് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഭാഗങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് നമ്മള് ഇതിന്റെ ബാക്കി ഭാഗം ഇനി വരുന്നത് കഫൻ ചെയ്യലും നമസ്കരിക്കലും മറവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അതിന്റെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സജീവമായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഉള്ള ധൈര്യവും അതുപോലെ തന്നെ എവിടെ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സും നമുക്ക് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.